യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ പോകുന്നു. ഒന്നല്ല, 3 അനുഗ്രഹങ്ങൾ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ 3 മാസത്തിനകം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ഒരു നിറം, ചുവന്ന നിറത്തിലുള്ള കല്ലും അതേപോലെ തന്നെ ഒരു റോസ് നിറത്തിലുള്ളൊരു കല്ലും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഏത് നിറമാണ് ചൂസ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറയുന്നത്, ആ ഒരു നിറം തിരഞ്ഞെടുക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ സമാധാനമായിട്ട് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ്, റാണാബോധിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഈ ഒരു ചുവപ്പ് നിറം അല്ലെങ്കിൽ ആ ചുവപ്പ് കല്ല് സെലക്ട് ചെയ്ത ആളുകളുടെ, അവർക്ക് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം കേട്ടോ, ഞാൻ വീഡിയോ ഇട്ട ഒരു ദിവസമല്ല, നിങ്ങൾ കാണുന്ന നിമിഷം മുതൽ 3 മാസത്തിനകം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് യൂണിവേഴ്സിനോട് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് 3 കാർഡ്, ഒപ്പം ആ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്ത് എനർജിയും, നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സിന്റെ സന്ദേശവും, അങ്ങനെ നമ്മൾ 4 കാർഡാണ് എടുത്തിട്ടുള്ളത്. ചില കാർഡുകൾ നമ്മുടെ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് ചില ഇമേജുകൾ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനതൊന്ന് മറച്ചു പിടിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതൊക്കെ കാർഡുകളാണ് വന്നിട്ടുള്ളതെന്ന്. ദ ഹയറഫന്റ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, സൺ വന്നിട്ടുണ്ട്, ഒപ്പം മൂണും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിന്റെ സന്ദേശമായിട്ട് വന്നിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ കാർഡാണ്. ദ സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പോസിറ്റീവാണ്, വളരെ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമായിട്ട്. നിങ്ങൾ കാണുന്ന ഈ ഒരു നിമിഷം മുതൽ 3 മാസത്തിനകം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടും കരിയർ വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും ഒക്കെ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ നടക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഉടൻ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നത്. ദ മൂൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്, ആശങ്കയുണ്ട്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയം വന്നിട്ടുണ്ട്, ഒരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിഷയങ്ങളൊക്കെ മാറാൻ വേണ്ടി പോകുന്നു, നിങ്ങളുടെ ഭയം മാറാൻ പോകുന്നു, നിങ്ങളുടെ ആശയക്കുഴപ്പത്തിന് ഒരു ക്ലാരിറ്റി നിങ്ങളിലോട്ട് വരാൻ വേണ്ടി പോകുന്നു. ഒപ്പം നിങ്ങളിരിക്കുന്ന ഒരു കംഫോർട്ട് സോണ്, അത് നിങ്ങൾ എന്താ പറയുക, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു, അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ വേണ്ടി പോകുന്നു. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇരിക്കുന്ന കംഫോർട്ട് സോണിൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും വിജയം വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കണം. അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. സ്റ്റാർ കാർഡ് യൂണിവേഴ്സിന്റെ സന്ദേശമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഉള്ളിലുള്ള ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി, അതിനെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, എന്താ പറയുക, കോസ്മിക് സപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നർ വിഷസിനെല്ലാം ഒരു കോസ്മിക് സപ്പോർട്ടുണ്ട്. അത് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി ക്ലാരിറ്റി വരുന്നു. വിശ്വസിക്കുന്നവർ 111 എന്ന് കമൻറ്റ് ചെയ്യുക, യൂണിവേഴ്സിന് നന്ദി പറയുക. ഉറപ്പായിട്ടും 3 മാസത്തിന് ശേഷം നിങ്ങളുടെ മാനസികാവസ്ഥ എല്ലാം മാറിയതിന് ശേഷം, നിങ്ങളോട്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ വന്ന് ഉറപ്പായും കമൻറ്റ് ചെയ്യണം. ഈ അനുഗ്രഹങ്ങൾ എളുപ്പമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 555 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. അതായത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു അനുഗ്രഹം, നിങ്ങൾക്ക് വേണ്ട ഒരു അനുഗ്രഹം, അത് നടന്നതായിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പം നിങ്ങൾക്കൊരു 1000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുകയാണ്. ഒരു എക്സാമ്പിൾ പറയണതാണ് കേട്ടോ. ഡിയർ യൂണിവേഴ്സ്, എനിക്ക് ആവശ്യമുണ്ടായിരുന്ന 1000 രൂപ എനിക്ക് ലഭിച്ചതിന് നന്ദി. അങ്ങനെ നമ്മൾ 55 തവണ നമ്മൾ 5 ദിവസം എഴുതണം. ഇപ്പം ഇനി ഒരു ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവരെ എൻ്റെ അടുത്ത് ഫോൺ വഴിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ റീഡിങ് പറ്റാത്ത ആളുകൾക്കും കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങളുടെ ഒരു കോൺടാക്റ്റ് ഇല്ലാത്ത ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കാനാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. എൻ്റെ വ്യക്തി, ആളുടെ പേര് എഴുതുക, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത്, ആളുടെ പേര് എഴുതുക, എന്നെ വിളിച്ചതിന് യൂണിവേഴ്സിന് വളരെയധികം നന്ദി എന്ന് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വേണം എഴുതാനായിട്ട്. എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണുകൾ അടച്ച് എന്താണോ ആവശ്യം അത് ലഭിച്ചതായിട്ട് നന്നായിട്ടൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എഴുതാനായിട്ട്. എഴുതുമ്പോൾ ആ ഒരു ഫീൽ ചെയ്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. 55 തവണ 5 ദിവസം എഴുതുന്നത് എപ്പോഴും രാവിലെ ആകുന്നതാണ് ഉചിതം. എഴുതുന്ന എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. രാവിലെ 5:55 AM ഒക്കെ ആണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ്.
അപ്പോൾ നിങ്ങൾ എഴുതി യൂണിവേഴ്സിനോട് പറഞ്ഞ് ചോദിച്ച് മേടിക്കുക. പച്ച മഷി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ് കേട്ടോ. കറുത്ത മഷി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും അതിനുശേഷം വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഈ ഒരു റോസ് നിറം അല്ലെങ്കിൽ റോസ് കല്ല് തിരഞ്ഞെടുത്ത ആളുകളുടെ ജീവിതത്തിലോട്ട് 3 മാസത്തിനകം യൂണിവേഴ്സ് നൽകാൻ പോകുന്ന 3 അനുഗ്രഹങ്ങളും അത് ലഭിക്കാനായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാർഡ് എടുത്തു. ഒപ്പം യൂണിവേഴ്സിൻ്റെ മെസ്സേജും. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുക. വളരെ 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 പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നിങ്ങളിലോട്ട് വന്നിട്ടുള്ളത്. യൂണിവേഴ്സിൻ്റെ മെസ്സേജും അതിലേറെ പോസിറ്റീവ് തന്നെയാണ്. 6 ഓഫ് വാൻഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കുറേ പ്രതിബന്ധങ്ങളൊക്കെ നേരിട്ടു. പക്ഷേ അതെല്ലാം അതിജീവിച്ചിട്ട് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് വിജയം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് പ്രശംസ ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒപ്പം നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾ എന്ത് കാര്യത്തിലാണ്, നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് വിജയം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംഗീകാരവും പ്രശംസയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ലഭിക്കും. 100% നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് പ്രശംസ ലഭിക്കും. ദ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക. രണ്ടാമത്തെ ചിത്രം 2 കാര്യങ്ങൾ, 2 മൃഗങ്ങളെ വെച്ചിട്ട് വാഹനം ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ 2 കാര്യങ്ങൾ എന്തോ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്നുകിൽ ഫാമിലി, കരിയർ, അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ, അല്ലെങ്കിൽ എന്തോ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. പക്ഷേ ആ 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്നു. ഒപ്പം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ അഭിലാഷ പൂർത്തീകരണം, നിങ്ങളുടെ അംബീഷൻ നിങ്ങൾ സാധിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് വിജയം വരുന്നു. നിങ്ങൾ കുറച്ചും കൂടെ ഊർജിതമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന 2 കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ആവാൻ പോകുന്നു. ഇതൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന 2ാമത്തെ അനുഗ്രഹം. 3ാമത്തെ അനുഗ്രഹം 6 ഓഫ് കപ്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും കണക്റ്റ് ആവാൻ പോകുന്നു. അതായത് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. ആ വ്യക്തിയെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു. അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു പഴയകാല സുഹൃത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ പഴയകാലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്താണെങ്കിലും പാസ്റ്റിലെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ പോസിറ്റീവാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിക്കേ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന്. ദ മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവ്. യൂണിവേഴ്സ് പറയുന്നു, മജീഷ്യൻ്റെ കയ്യിലുള്ള മാന്ത്രിക ദണ്ട് പോലെ നിങ്ങളുടെ കയ്യിലെ മാന്ത്രിക ദണ്ടാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ ആ മനസ്സ് വെച്ചിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നെഗറ്റീവായിട്ട് എത്രയോ കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിലുള്ള മാന്ത്രിക വടി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. പ്രോപ്പർ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങളിലോട്ട് എത്തുന്നുമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യൂ. അനുഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച് മേടിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചോദിച്ചാലാണ് ലഭിക്കത്തുള്ളൂ, മുട്ടിയാലാണ് തുറക്കപ്പെടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് നല്ല കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുക. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഉറപ്പായും ചെയ്യണം. അതിനു മുമ്പ് ഇത് റെസനേറ്റ് ആയിട്ടുള്ളവർ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് 222 എന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും 3 മാസത്തിന് ശേഷം നിങ്ങൾ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുപിടിച്ച് വന്ന് അവിടെ കമൻറ്റായിട്ട് നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തണമെന്നും ഞാൻ പറയുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട സമൃദ്ധി മനസ്സിൽ ആലോചിക്കുക. നിങ്ങൾക്ക് പണമായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കാം, നല്ല റിലേഷൻഷിപ്പായിരിക്കാം. അത് മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് ഈ വേർഡ് കോൺവെലക്സ എന്നാണ് ഇത് ആക്ച്വലി ഉച്ചരിക്കുന്നത്. കോൺവെലക്സ ഇങ്ങനെ 55 തവണ നിങ്ങൾ കട്ടിലിരുന്നുകൊണ്ട് പറയണം. വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണിത്. സ്വിച്ച് വേർഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പറയുക. ഒപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, 55 തവണ എണ്ണിക്കൊണ്ടിരിക്കേണ്ട, പകരം 3 മിനിറ്റ് ടൈമർ നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹം എന്താണോ അത് ലഭിച്ചതായിട്ട് ശരിക്കും ഫീൽ ചെയ്യുക. എന്നിട്ട് കോൺവെലക്സ് എന്ന് 55 തവണ പറയുക. എല്ലാ ദിവസവും രാവിലെ ഇത് റിപ്പീറ്റ് ചെയ്യുക. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലോട്ട് സമൃദ്ധി വരും.
അതിനുശേഷം ഉറപ്പായും വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. യൂണിവേഴ്സ് കൂടെ ഉണ്ടാവട്ടെ. നമസ്കാരം. ക്ഷണ ബോധി.